സുഹൃത്തുക്കളെ, അങ്ങനെ അൻവർ എം എൽ എയുടെ വിവാദം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനു വേണ്ടിയായിരുന്നു ഇത് എന്ന ചോദ്യം, ഇത്തരം വലിയ ആളിക്കത്തിച്ച വിവാദം എന്ന് മാത്രമുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ പോലെയാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പുറത്തെത്തിയ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് താൻ പറയില്ല, അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കൊലപാതക അടക്കം നടത്തി വലിയ മാഫിയ തലവനായി മാറിയ ദാവൂദ് ഇബ്രാഹിമിനെ അനുകരിക്കുന്ന എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് പോലും താൻ പറയില്ല എന്ന് പറഞ്ഞ് അനുസരണയുള്ള ഒരു കുട്ടിയായി പി വി അൻവർ മാറി, പാർട്ടിക്ക് വിധേയനായി മാറി എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി തൻ്റെ ജോലി പൂർത്തിയായി, തൻ്റെ ജോലി അവസാനിച്ചു, താനൊരു സഖാവ് എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം താൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൻ്റെ റോൾ അവസാനിപ്പിച്ച് പി വി അൻവർ മടങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. പി വി അൻവർ മടങ്ങുമ്പോൾ പാർട്ടി സെക്രട്ടറിയെ കൂടി കണ്ട് ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി കൂടി നൽകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പി വി അൻവറിൻ്റെ എല്ലാ ഉശിരും നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായ അൻവറിനെ മാത്രമാണ്, ഏതോ ഒരു അൻവർ, മലപ്പുറത്ത് നിലമ്പൂരിൽ എവിടെയോ ഉള്ള ഒരു അൻവർ, മുഖ്യമന്ത്രിയോടൊക്കെ പലരും പരാതി പറയാൻ സെക്രട്ടേറിയറ്റ് വരാറില്ലേ, അങ്ങനെ പരാതി കണ്ട് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോകുന്ന ഒരു അൻവറിനെ മാത്രം കണ്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് പോലും താൻ ആവശ്യപ്പെട്ടത് എന്ന് പോലും അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം ചെയ്യേണ്ടത് പാർട്ടി മുഖ്യമന്ത്രിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ റോള് ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു എന്ന റോള് പറഞ്ഞുകൊണ്ട് അൻവർ അവസാനിപ്പിക്കുകയാണ്. തൻ്റെ രംഗം വിടുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടി വരുന്ന കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇനിയും ബാക്കിയാണ്. അത് കേവലം ഇന്നത്തെ സംഭവം മാത്രം കണ്ടുകൊണ്ട് നമുക്കതിനെ വിലയിരുത്താൻ കഴിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി കണ്ടുവേണം നമുക്ക് അന്തിമമായൊരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുവാൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേവലം പി വി അൻവറിൻ്റെ ഒരു നാടകം മാത്രമായിരുന്നു എന്ന് കരുതാൻ വയ്യ. പി ശശിക്കെതിരെയും ഇപ്പോൾ സർക്കാർ തന്നെ ആകെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡല്ലേ എടുത്തിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്ന് പറയുന്നു സുജിത് ദാസിനെതിരെ, SP സുജിത് ദാസിനെതിരെ. അത് പോട്ടെ, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു സുജിത് ദാസ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ്. കാരണം അത് ആ ഓഡിയോ സംഭാഷണത്തിൽ നിന്നുകൂടെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഇങ്ങനെ ഒരു MLA വിളിച്ച് തൻ്റെ പരാതി പിൻവലിക്കണമെന്ന് കാല് പിടിച്ച് കേണപേക്ഷിക്കുന്ന ഒരു പോലീസിനെ അല്ലല്ലോ നമ്മൾ ഇവിടെ വാർത്തെടുക്കുന്നത്. അത്രത്തോളം നാണം കെട്ട് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ കാലിന് ചുവട്ടിൽ കിടക്കേണ്ട ആളല്ലല്ലോ. മാത്രമല്ല MLAക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കുന്ന SP, സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു SP, അങ്ങനെയൊക്കെയുള്ളൊരു SP അല്ലല്ലോ. അപ്പോൾ അയാളെ ഒരു സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ ഒരു പ്രശ്നം? SP സുജിത് ദാസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ട്. മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ സുജിത് ദാസ് എങ്ങനെയാണ് കേരള പോലീസിൽ നിന്നുകൊണ്ട് കസ്റ്റംസുമായി സഹകരിച്ചുകൊണ്ട് സ്വർണം പിടിക്കുകയും സ്വർണ്ണവേട്ട നടത്തുകയും അതിൽ നിന്ന് സ്വർണം കടത്തുകയും ചെയ്യുന്നത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് ഒരു MLA ഉയർത്തിയത്. അതും ഒരു ഭരണപക്ഷ MLA, CPM പക്ഷത്ത് നിൽക്കുന്ന MLA ആണ് പി വി അൻവർ എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു MLA ഒരു സ്ഥലം മാറ്റം, SP-യെ ഒരു സ്ഥലം മാറ്റത്തിലൂടെ മാത്രം, അതാണോ ഒരു ശിക്ഷ? അല്ലെങ്കിൽ തന്നെ സ്ഥലം മാറ്റം എവിടെയാണ് ഒരു ശിക്ഷയായി മാറാറുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളൊക്കെ അല്ലേ ഈ ശിക്ഷാ നടപടികളായി സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നത്. പലപ്പോഴും സ്ഥലം മാറ്റം ചെയ്തു വരാറുണ്ട്. സ്ഥലം മാറ്റം എങ്ങനെയാണ് ഒരു ശിക്ഷണ നടപടിയായി മാറുന്നത് എന്ന് മാത്രം വ്യക്തമല്ല. എന്തായാലും സുജിത് ദാസിനെ തൽക്കാലം മാറ്റിയിരിക്കുന്നു. പി വി അൻവറിന് MR അജിത് കുമാറിനെതിരെ അത്രത്തോളം പോലും ഒരു നടപടിയിലേക്ക് കടക്കാൻ സർക്കാരിന് തയ്യാറാകുന്നില്ല. ഒരു പരിധിവരെ ഇത് കേവലം അവിടെയൊന്നും അവസാനിക്കുന്ന വിഷയമായി
സർക്കാർ കാണുന്നില്ല എന്നുകൂടി വേണം ഈ ഒരു സംഭവത്തെ കാണാൻ. അത് CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും BJPയും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് ഈ പ്രശ്നം ഇനി സോർട്ട് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നതുകൂടി ചിന്തിച്ചുകൊണ്ടാണ് സർക്കാർ ഇവർക്കെതിരായ നടപടികളടക്കം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇനിയുള്ള പ്രതിപക്ഷ ശക്തമായ പ്രതിഷേധം എല്ലാം പരമാവധി ഉയർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഒടുവിൽ ഒരു സസ്പെൻഷൻ പോലെയുള്ള നടപടി, അല്ലെങ്കിൽ MR അജിത് കുമാർ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് കാണിക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ ഇതിനകം തന്നെ സുജിത് ദാസിനെതിരെയൊക്കെ നടപടി വരാനുള്ള എല്ലാ സാഹചര്യവുമായി. മറ്റൊന്ന്, ഈ DGP ഉൾപ്പെടെ സേനയിലെ പല ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് ഇവിടെ ഒരു ADGP ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ട് PV അൻവർ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്കെതിരെ സംസ്ഥാന പോലീസിൻ്റെ തന്നെ അന്വേഷണം മതിയോ എന്ന സംശയം പ്രതിപക്ഷ കക്ഷികൾ അടക്കം ഉന്നയിക്കുന്നത് തീർച്ചയായും ന്യായം തന്നെയാണ്. അവിടെയാണ് സംസ്ഥാന പോലീസിനുള്ളിലെ ഇപ്പോൾ SP ഉൾപ്പെടെയുള്ളവരെ ചേർത്തുകൊണ്ടുള്ള ഒരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ എന്ത് കണ്ടെത്തും, എവിടെ കണ്ടെത്തും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടുവരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ പല നാടകങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. PV അൻവറിനെ പോലെ CPM-നൊപ്പം നിൽക്കുന്ന ഒരു MLA സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും. അപ്പോൾ PV അൻവർ എല്ലാ കാലത്തും ചെങ്കൊടിക്കൊപ്പം നിൽക്കും എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ നീക്കം ഇല്ല എന്നുകൂടി പറയുമ്പോൾ അത് വിശ്വസിച്ചാൽ അൻവർ പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ അൻവർ അത്തരം പലർക്കുമെതിരെ, ഇപ്പോൾ മറുനാടൻ, ഏഷ്യാനെറ്റ്, അങ്ങനെ പല സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ പല നിലപാടും പല ഘട്ടത്തിലും എടുക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ അൻവർ എടുത്തിരിക്കുന്നത് ഒരു അല്പം കടന്ന നിലപാട് തന്നെയാണ്. ഇപ്പോൾ കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ അതെല്ലാം താൻ പറഞ്ഞാണ്. ഇനിയും ഫോൺ ചോർത്തലടക്കമുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്, ഇന്ന് മുഴുവൻ തെളിവ് കൈമാറാൻ വന്നു എന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് തെളിവ് കൈമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അൻവറിന്, പുറത്തിറങ്ങി സംസാരിച്ച അൻവറിന് എന്നുള്ള സംശയം ബാക്കിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വാർത്തകൾ എവിടെയും എത്തുന്നില്ല. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തു എന്ന് കേരളം ഇപ്പോൾ ചോദിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ഇത്തരം പല രാഷ്ട്രീയ വിവാദങ്ങളും പുകമറകളും ഭരിക്കുന്ന പാർട്ടിക്കാർ സൃഷ്ടിക്കാറുള്ളത് പതിവ് കാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണോ ഇത് എന്ന സംശയം കൂടി യഥാർത്ഥത്തിൽ ബാക്കി വെക്കുകയാണ്. എന്തായാലും അന്വേഷണ റിപ്പോർട്ടൊക്കെ വരട്ടെ, വരും ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങളും മറുപടികളും വരട്ടെ, അതുവരെ കാത്തിരിക്കുക. ഇതിൻ്റെ ലക്ഷ്യമെന്ത്, ഇതിൻ്റെ പിന്നിലാര്, ഇതെന്താണ്, അൻവറിനെ കൊണ്ട് ആരാണ് ചെയ്യിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ ബാക്കിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. മറ്റു സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം എന്നും താല്പര്യപ്പെടുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്നുകൂടി പറയുകയാണ്. നന്ദി.